ഹലോ ഫ്രണ്ട്സ്, വീനസ് കിച്ചൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഈ കടകളിൽ നിന്നൊക്കെ മേടിക്കുന്ന അപ്പം ഉണ്ടല്ലോ, ഈ പാലപ്പം വെള്ളയപ്പം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം നല്ല ഹോൾസൊക്കെ ഉണ്ടായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കുന്ന അപ്പം, അത് നമ്മൾ എങ്ങനെ ചെയ്യാവുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. സാധാരണ നമ്മൾ കേൾക്കാറുണ്ട്, അപ്പം ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്ക് അത് ഭയങ്കര കട്ടിയായിപ്പോയി, അല്ലെങ്കിൽ എന്നാ ഭയങ്കര ഹോൾസ് ഒന്നും ഉണ്ടാകുന്നില്ല, അങ്ങനെയൊക്കെ ഒരുപാട് നമ്മൾ കേൾക്കാറുണ്ട്. അപ്പം അങ്ങനെ ഒന്നും ആവാതെ വളരെ പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന അപ്പത്തിൻ്റെ റെസിപ്പിയാണിന്ന് കാണിക്കുന്നത്. തേങ്ങയൊന്നും ചേർക്കണില്ല, 4 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഒന്ന് കണ്ടാലോ. അപ്പം ഉണ്ടാക്കാനായിട്ട് ഞാൻ വേണ്ട ഈ ഒരു ഗ്ലാസ്സിന് 1 ഗ്ലാസ് പച്ചരി കുതിർക്കാനായിട്ട് വെച്ചേക്കുന്നതാണ് ഇത്. പിന്നെ ഒരു ടീസ്പൂണ് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് എടുത്തേക്കുന്നത്. പിന്നെ 1 സ്പൂൺ പഞ്ചസാര. ഈ ഗ്ലാസ്സിൽ തന്നെ ഒരു അരക്കപ്പല്ല, അതിലും ഇച്ചിരിയും കൂടെ ചോറും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ പെർഫെക്റ്റ് അപ്പം ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇതിനകത്ത് നമ്മൾ തേങ്ങ ഉപയോഗിക്കുന്നില്ല, തേങ്ങാപ്പാൽ ഉപയോഗിക്കുന്നില്ല, വേറെ ഒന്നും ഉപയോഗിക്കുന്നില്ല. ഈ ഇത്ര ഐറ്റം വെച്ചിട്ട്, ഈ 4 ഐറ്റം വെച്ചിട്ട് എങ്ങനെ നല്ല പെർഫെക്റ്റ് ആയിട്ട് അപ്പം ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കിയാലോ. അപ്പം ഇത് തലേദിവസമാണ് നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നത്. ഈ അരിയുടെ കൂട്ടത്തിൽ തന്നെ ഈ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും പഞ്ചസാരയും ചോറും കൂടെ ഇട്ടിട്ട് നല്ല മഷി പോലെ അരച്ചെടുക്കണം. ഇതിൽ വേറെ ഒന്നും ഉപയോഗിക്കാൻ. അപ്പം നമ്മൾ ഇന്നലെ രാത്രിയിൽ അരച്ചു വെച്ച മാവാണിത്. ഇന്ന് രാവിലെ ഞാൻ ഈ മാവിലേക്ക് ഒരു ആവശ്യത്തിനുള്ള ഉപ്പും ഒരു ശകലം സോഡാപ്പൊടി ചെറിയ ചൂട് വെള്ളത്തിനകത്ത് 1 നുള്ളു സോഡാപ്പൊടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത മാവാണിത്. ഇത് കണ്ടോ, ഇതിനകത്ത് ബബിൾസ് നിൽക്കുന്നത് കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് ഇത് പൊങ്ങി വന്നേക്കുന്നത്. കണ്ടോ, ഇങ്ങനെ നിറച്ച് ബബിൾസ് വരണം. അപ്പം ഈ മാവ് വെച്ച് നമുക്ക് അപ്പം ഉണ്ടാക്കി നോക്കാം. ഓക്കെ, ഈ കത്തിച്ചു. അപ്പച്ചട്ടി അടുപ്പയിലേക്ക് വെച്ച് കൊടുക്കാം. ചട്ടി നന്നായിട്ട് ചൂടായി വരട്ടെ, അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യും. ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. ചുറ്റിച്ചു കൊടുക്കാവേ. ഇപ്പം തന്നെ കണ്ടോ, നല്ല ബബിൾസ് വരുന്ന കണ്ടോ. അടച്ചു വെക്കാം. ഇനി നമുക്ക് തുറന്ന് നോക്കാമേ. അപ്പം നന്നായിട്ട് നല്ല സൈഡെല്ലാം മൊരിഞ്ഞ് നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. നമുക്കതൊന്ന് ഇളക്കി മാറ്റാം. ഓക്കെ, ഇനി ഇതുപോലെ ബാക്കി നമുക്ക് ഉണ്ടാക്കിയെടുക്കാമേ. പൂവിൻ്റെ ഷേപ്പിലൊരപ്പം ഉണ്ടാക്കി നോക്കാവേ. ആവശ്യത്തിന് മാവ് ഒഴിക്കുക. എന്നിട്ട് ഇങ്ങനെയും ഇങ്ങനെയും, പിന്നെ അതേ സെൻറ്ററിൽ വന്നിട്ട് ഇങ്ങനെയും ഇങ്ങനെയും, പിന്നെ സെൻറ്ററിൽ കൊണ്ടുവന്നിട്ട് ഇതാ ഇങ്ങനെയും ഇതാ ഇങ്ങനെയും, പിന്നെ ഈ സെൻറ്ററിൽ കൊണ്ടുവന്നിട്ട് ഇതാ ഇങ്ങനെയും ഇങ്ങനെയും. അപ്പം നമുക്കിത് വെയിറ്റ് ചെയ്യാം, പ്രിപ്പയർ ആയി വരട്ടെ. അപ്പം നമ്മൾക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ആഹാ, നല്ല പൂ പോലുള്ള അപ്പം റെഡി ആയിരിക്കുകയാണ്. ഇത് കുഞ്ഞു പിള്ളേരെ പറ്റിക്കാനായിട്ട് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ മതി. ഈ അപ്പം കഴിക്കാത്ത മക്കൾക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ പൂ പോലെയൊക്കെ കാണുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് കഴിക്കാനൊരു ഇൻട്രസ്റ്റാണ്. അപ്പം ഇങ്ങനെയുള്ള അപ്പം ഉണ്ടാക്കിയിട്ട് കുഞ്ഞു പിള്ളേർക്ക് കൊടുത്തു നോക്കിക്കേ, എന്താ രസം ഇത് കാണാനായിട്ട്, നല്ല ഭംഗിയില്ലേ. അപ്പം ഈ രീതിയിൽ അപ്പം ഉണ്ടാക്കിയെടുക്കാം. നന്നായിട്ട് ചുറ്റിച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ച് നല്ല മുരിഞ്ഞ് വരുമ്പോൾ എടുക്കാം. അടച്ചു വെക്കാവേ. നോക്കാമേ നമുക്ക്. ആഹാ, സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഇതും കൂടെ നമുക്ക് മാറ്റി വാഴയിലേക്ക് ഇടാവേ.
അപ്പോൾ എത്ര സോഫ്റ്റാന്ന് നോക്കി. ഇതിൽ തേങ്ങയൊന്നും ചേർത്തിട്ടില്ല, തേങ്ങാപ്പാലോ തേങ്ങയൊന്നും ചേർത്തിട്ടില്ല. ഭയങ്കര സോഫ്റ്റാണ്. നോക്കിക്കേ, ഇത്രയും പഞ്ഞി പോലുള്ള അപ്പമാണിത്. കഴിക്കാനും വളരെ ടേസ്റ്റാണ്. അപ്പം ഇതുപോലുള്ള എൻ്റെ വീഡിയോസ് കാണാനായിട്ട് ബീനാസ് കിച്ചൺ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുമ്പോൾ ഞാൻ ഇതുപോലെ ഇടുന്ന സിമ്പിളായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും 1000 നന്ദി അറിയിക്കുകയാണ്. എല്ലാവരും സേഫായിട്ടിരിക്കുക. കൊറോണയൊക്കെ അല്ലേ, എല്ലാവരും സേഫായിട്ടിരിക്കുക. അപ്പം എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന പ്രാർത്ഥനയോടെ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് സപ്പോർട്ടിങ് അസ്. താങ്ക് യു.